ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് കുറച്ച് പെറ്റൂണിയുടെ വിത്തുകളാണ് കേട്ടോ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫറായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ നാടൻ ഡബിൾ പെറ്റൂണിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് സീഡ് ഉണ്ടാകുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഈ ചെടി കുറേ കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സീഡ് ഉണ്ടാകും കേട്ടോ. ചിലർക്കൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിന് വളരെ റെയറായിട്ട് മാത്രമാണ് ഇതിന് സീഡ് ഉണ്ടാവുള്ളൂ. ഇത് കമ്പൂത്തിയാണ് കേട്ടോ, നല്ല രീതിയിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ചില ടൈമിൽ കാലാവസ്ഥയുടെ ആ ഒരു ഇത് വരുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ ചിലപ്പം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഇത് വരുമ്പോൾ ഇതിൻ്റെ ഇലയുടെ പുറത്തോടെ ഒരു ഫംഗസ് പോലെയൊക്കെ വരാറുണ്ട്. പിന്നെ നല്ല വെയിലും വേണ്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ പെറ്റൂണിയ. ഒരു 4 മണിക്കൂറെങ്കിലും നല്ല വെയിലും വേണ്ട ചെടിയാണ്. അപ്പോൾ അതനുസരിച്ചാണ് അതിൻ്റെ വളർച്ച വരുന്നതും അതിൻ്റെ പൂവും അതിൻ്റെ വലിപ്പവും ഒക്കെ വരുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ചധികം പെറ്റൂണിയയുടെ സീഡുകൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് കേട്ടോ. ഫോൺ നമ്പറും നിങ്ങൾക്ക് ആ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആളുടെ കയ്യിൽ ഉള്ള നമ്മുടെ നാടൻ ഡബിൾ പെറ്റലിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർ പെറ്റൂണിയുണ്ട്, റെഡ് പെറ്റൂണിയുണ്ട്, അങ്ങനെ കുറച്ചധികം പെറ്റൂണിയുടെ കളർ സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. മിക്സഡായിട്ട് അല്ലാതെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ല ഫ്രഷായിട്ട് ഹെൽത്തി ആയിട്ട് എപ്പോഴും നമ്മുടെ പ്ലാന്റുകൾ നിൽക്കും. പക്ഷേ നമ്മൾ ആ പ്ലാന്റിനെ കെയർ ചെയ്യുന്നത് അനുസരിച്ച് തന്നെയാണ് കേട്ടോ പ്ലാന്റ് നിൽക്കുന്നതും. ശരിക്കും എല്ലാ ദിവസമൊന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതിന് വലിയ കുഴപ്പമൊന്നും വരില്ല കേട്ടോ. പക്ഷേ വെള്ളം കൂടിപ്പോയാലാണ് ഇതിന് ഏറ്റവും കൂടുതൽ കുഴപ്പം വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ പെറ്റൂണിയയ്ക്ക് 3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് വെള്ളം കൊടുക്കുന്നത്. ഇത്തിരി വലിയ പ്ലാന്റുകൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഒരു ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നതിന് എനിക്ക് തന്നെ അത്ഭുതമാണ് കേട്ടോ. അപ്പോൾ വെള്ളമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സീഡുകൾ പാകുന്ന കാര്യം കൂടെ അറിയില്ലാത്തവർക്ക് വേണ്ടി, പുതിയതായിട്ടൊക്കെ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയും കൂടെ പറയാം കേട്ടോ. സീഡ് നിങ്ങൾക്ക് മണ്ണിലോ എംസാനിലോ ചകിരിച്ചോലോ ഒക്കെ പാകാവുന്നതാണ്. പക്ഷേ നിങ്ങൾ സീഡ് പാകുമ്പോൾ വളരെ കുറച്ച് നമ്പർ സീഡുകൾ മാത്രം പാകുക കേട്ടോ. ഒരുപാട് സീഡുകൾ, ഒരു 10-50 സീഡൊക്കെ ഒരുമിച്ച് ഒരു ചെറിയ ബോട്ടിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും അതിന് കെയർ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് സീഡുകൾ മാത്രം പാകുക. ചിലപ്പം 2 ഇലയൊക്കെ ആകുമ്പോൾ പറിച്ച് മാറ്റി നമുക്ക് നടാവുന്നതാണ്. അത് പോട്ടിലേക്കല്ല കേട്ടോ. 2 ഇലയൊക്കെ ആകുമ്പോൾ ഒന്നെങ്കിൽ ഡിസ്പോസൽ ഗ്ലാസ്സിലേക്ക് മാറ്റി നടാം, അല്ലെങ്കിൽ നമുക്ക് ട്രേയിലേക്ക് അങ്ങനെ മാറ്റി നടാം കേട്ടോ. വെള്ളം കൊടുക്കുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുഞ്ഞു തൈയൊക്കെ വെള്ളം കൊടുക്കുമ്പോൾ ഒരുപാട് പേരുടെ വീണ് പോകുന്നുണ്ട്. വീണ് പോവാതെ ഒന്നുകിൽ കുപ്പി തുളച്ചിട്ട് വെള്ളമോ അല്ലെങ്കിൽ ഷാമ്പൂൻ്റെ ബോട്ടിലിൽ വെള്ളം കൊടുക്കാവുന്നതാണ്. നമുക്കൊന്ന് സീഡിൻ്റെ റേറ്റ് ഇങ്ങനെയാണ് കേട്ടോ. റെഡ് 35 രൂപയാണ് 100 സീഡ്, സ്റ്റാർ 35, ബ്ലൂ 35, മിക്സഡ് സിംഗിൾ പെറ്റൽ 35 രൂപ, യെല്ലോ പെറ്റൂണിയ 140 രൂപ 40 സീഡാണ് വരുന്നത്. ഡബിളിൻ്റെ മിക്സഡ് 135 രൂപ, ഡബിള് നാടൻ ഹൈബ്രിഡ് മിക്സാണ് കേട്ടോ 30 സീഡാണ്. 30 രൂപയാണ് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ നമ്പർ ഞാൻ വീഡിയോയുടെ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം.